വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലിൻസോൾ ജെല്ലിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ഇഷ്ടപ്പെടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലിൻസോൾ എന്ന് പറഞ്ഞ ജെല്ലിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചാനലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ക്ലിൻസോൾ ജെല്ലിൻ്റെ കവറിൻ്റെ കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിനും വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള വ്യത്യാസം, അല്ലാതെ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനോട് കവറിലൊന്നും ഒരു കാര്യമില്ല, കാരണം ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ കളറ് മാറിയാലും വില കൂടിയാലും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആണ്. അതുപോലെ ഇത് ജെൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ക്ലിൻസോൾ ജെല്ല് പ്രധാനമായി എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ആക്നി, പിമ്പിൾ, ഡാർക്ക് സ്പോട്ട്സ്. ഇത് നമുക്ക് എത്ര വലിയ മുഖക്കുരു ആണെങ്കിലും നന്നായിട്ട് നമുക്ക് റിസൾട്ട് വരുന്ന ഒരു ജെല്ലാണിത്. ജെൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ഭയവും വേണ്ട. കാരണം ഓയിലി സ്കിന്ന് നമുക്ക് അറിയാമല്ലോ, ഓയിലി സ്കിന്നിനെ ഫോക്കസ് ആയിരിക്കും കൂടുതലും ഇതുപോലെ പിമ്പിൾ റിമൂവ്, ഡാർക്ക് സ്പോട്ട് റിമൂവ് പോലെ ജെൽസ് ഇറങ്ങാറുള്ളത്. കാരണം ഓയിലി സ്കിന്നാണല്ലോ ഓയിലി സ്കിന്നിന് എപ്പോഴാണ് മുഖക്കുരു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ക്രീമിൻ്റെ അലർജിയോ എന്തെങ്കിലും ഫുഡ് അലർജിയോ, ഡാർക്ക് സ്പോട്ടും പിന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ, ആക്നി, അങ്ങനെ എല്ലാം അതൊക്കെ റിമൂവ് ചെയ്യാനാണ്. ഇതിൻ്റെ ചെറിയ തരിയായിട്ട് വരുന്നില്ലേ മുഖക്കുരു, അതെല്ലാം റിമൂവ് ചെയ്യുന്നതാണ്. ഇത് വിത്തിൻ 2 വീക്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ്. ജെൽ ഫോമിലാണ് വരുന്നത്. പിന്നെ ഇതിലടങ്ങിയ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റും നിക്കോട്ടാമൈഡ് ജെല്ലുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജെല്ലാണിത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് നമുക്ക് കൂടുതലും മുഖക്കുരുവൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴും നമുക്ക് ആക്നി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സസീവായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ എല്ലാം ഇത് കൺട്രോൾ ചെയ്യുന്നു. കാരണം ഇതൊരു ജെൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് മുഖക്കുരുവിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും നമുക്ക് വിത്തിൻ 2 വീക്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ അറിയാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ്. എത്ര വലിയ ബൾക്കായിട്ടുള്ള പിമ്പിളും വിത്തിൻ 2 വീക്സിനകത്ത് ഇത് നന്നായിട്ട് കരിച്ച് ആ ഒരു പാടും ഇപ്പോൾ പാട് നല്ല ഡാർക്കായിട്ടുണ്ടെങ്കിൽ അതുവരെ ഇത് ലൈറ്റാക്കി നമുക്കത് ഫെയ്ഡായി വരുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. അത്ര നല്ലൊരു ജെല്ലാണിത്. മുഖക്കുരു ഉള്ളവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് ബോയ്സിനും ഗേൾസിനൊക്കെ യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ മുഖത്തിൻ്റെ പ്രശ്നം അനുസരിച്ച് ഇത് ഗേൾസിനും ബോയ്സിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15 ഗ്രാമിന് 85 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലിൻസോളിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതിനിപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പാക്കേജിങ് വൈസിൻ്റെ കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ജെല്ലിൻ്റെ കളറിനല്ല, പാക്കേജിങ്ങിൻ്റെ കളറിന്. അതുപോലെ പ്രൈസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും 75 രൂപയായിരുന്നു, ഇപ്പോൾ 85 രൂപയാണ് വില. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യേണ്ട ഒരു ജെല്ലാണ്. നമുക്കറിയാം, നമ്മൾ ആക്നിയൊക്കെ വരുമ്പോൾ നമുക്ക് തൊട്ട് നോക്കാനുള്ള ടെൻഡൻസി വരും. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കൈ നമ്മൾ മുഖക്കുരുവിൻ്റെ പുറത്ത് വയ്ക്കാതെ നോക്കണം. കാരണം അത് ഡാർക്ക് ആവാൻ, ആ മുഖക്കുരുവിൻ്റെ കട്ടി കൂടി അവിടെ ഒരു പാടായി അവശേഷിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൈകൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഫേസ് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് കൊണ്ട് ഈ ആക്നി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് എന്തെങ്കിലും വെച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ ഒരു ജെല്ല് നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മോർണിംഗ് ടൈമിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 2 ആഴ്ച ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഈ റിസൾട്ട് കണ്ടതിന് ശേഷം നമ്മളിത് ഓരോ ആഴ്ച ഇടവിട്ട് യൂസ് ചെയ്ത് ഈ ജെല്ലിൻ്റെ ഉപയോഗം നമുക്ക് നിർത്താം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.